അധ്യായം 103. അൽ അസ്ർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 3. നാമം. പ്രഥമ സൂക്തത്തിലെ അൽ അസ്ർ എന്ന പദം ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവതരണകാലം. മുഫസ്സിറുകളിൽ ബഹുഭൂരിപക്ഷവും ഇത് മക്കയാണെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉള്ളടക്കം സാക്ഷ്യപ്പെടുത്തുന്നതും മക്കയാണെന്ന് തന്നെയാണ്. ഉള്ളടക്കം. സമഗ്രവും സംക്ഷിപ്തവുമായ സംഭാഷണത്തിന്റെ നിസ്തുല മാതൃകയാണ് ഈ സൂറ. അളന്നു മുറിച്ച പദങ്ങളിൽ ആശയങ്ങളുടെ ഒരു ലോകം തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണിതിൽ. അതിന്റെ വിശദീകരണം ഒരു ഗ്രന്ഥത്തിൽ പോലും ഒതുക്കുക പ്രയാസകരമാകുന്നു. മനുഷ്യന്റെ വിജയമാർഗമേതെന്നും നാശമാർഗമേതെന്നും ഇതിൽ കുറിക്കുകൊള്ളുന്ന ശൈലിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മനുഷ്യർ ഈ സൂറ ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതുതന്നെ മതി അവരുടെ സന്മാർഗപ്രാപ്തിക്ക് എന്ന് ഇമാം ഷാഫി പറഞ്ഞത് വളരെ ശരിയാണ്. സ്വഹാബത്തിന്റെ ദൃഷ്ടിയിൽ ഈ സൂറ എന്തുമാത്രം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് ത്വബറാനി ഉദ്ധരിച്ച ഒരു നിവേദനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അബ്ദുല്ലാഹിബ്നു ഹിസ്നുദ്ദാരിമി അബൂ മദീനയുടെ പ്രസ്തുത നിവേദന പ്രകാരം 2 പ്രവാചക ശിഷ്യന്മാർ കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റേയാളെ സൂറ അൽ അസ്ർ കേൾപ്പിക്കാതെ പിരിഞ്ഞു പോകാറില്ലായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വൽ അസ്ർ. കാലമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ മഹാനഷ്ടത്തിലാകുന്നു. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും പരസ്പരം സത്യമുദ്ബോധിപ്പിക്കുകയും ക്ഷമയുപദേശിക്കുകയും ചെയ്ത ജനങ്ങളൊഴിച്ച്. മനുഷ്യൻ മഹാനഷ്ടത്തിലാണെന്നും ഈ നഷ്ടത്തിൽ നിന്നും മുക്തരാകുന്നവർ 4 ഗുണങ്ങൾ ആർജിച്ചവർ മാത്രമാണെന്നുമാണ് ഈ സൂറയിൽ കാലത്തെ പിടിച്ചാണയിട്ട് പ്രസ്താവിക്കുന്നത്. 1 സത്യവിശ്വാസം, 2 സൽക്കർമ്മം, 3 തമ്മിൽ സത്യം ഉപദേശിക്കുക, 4 തമ്മിൽ ക്ഷമയുപദേശിക്കുക എന്നിവയാണ് ആ ഗുണങ്ങൾ. ഈ വചനത്തിന്റെ പൂർണ്ണമായ ആശയം ഗ്രഹിക്കാൻ ഇവയിൽ ഓരോന്നിനെയും വെവ്വേറെ എടുത്ത് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ 4 ഗുണങ്ങൾ കാണപ്പെടുന്നവരല്ലാത്ത മനുഷ്യരെല്ലാം മഹാനഷ്ടത്തിലാണെന്ന വസ്തുതയെ കാലം സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് കാലത്തെ പിടിച്ചാണയിട്ടതിന്റെ താൽപര്യം. കാലം എന്ന വാക്ക് കഴിഞ്ഞുപോയ കാലത്തെ കുറിക്കാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തെ കുറിക്കാനും ഉപയോഗിക്കുന്നു. അതിൽ വർത്തമാനകാലം ഒരു ദീർഘവേളയുടെ പേരായിരിക്കുകയില്ല. ഓരോ നിമിഷവും വന്ന് ഭാവിയെ വർത്തമാനവും വർത്തമാനത്തെ ഭൂതവുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേവലകാലത്തെ സാക്ഷിയാക്കിയാണ് സത്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ആശയത്തിൽ 2 തരം കാലവും ഉൾപ്പെടുന്നു. മുൻപറഞ്ഞ ഗുണങ്ങളില്ലാത്ത ഏതു ജനവും ഒടുവിൽ നഷ്ടത്തിൽ പതിച്ചു പോയിട്ടുണ്ടെന്ന് മനുഷ്യചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുവെന്നാണ് കഴിഞ്ഞുപോയ കാലത്തെ പിടിച്ചാണയിടുന്നതിന്റെ താൽപര്യം. കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തെ പിടിച്ചാണയിടുന്നതിന്റെ താൽപര്യം ഇതാണ്: ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയം യഥാർത്ഥത്തിൽ ഓരോരോ വ്യക്തിക്കും ഓരോരോ സമുദായത്തിനും ഈ ലോകത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കപ്പെട്ട സമയമാകുന്നു. വിദ്യാർത്ഥിക്ക് പരീക്ഷാ ഹാളിൽ ഉത്തരമെഴുതാൻ അനുവദിക്കപ്പെടുന്ന അവസരത്തോട് അതിനെ ഉപമിക്കാം. കുറച്ചുനേരം സ്വന്തം വാച്ചിന്റെ സെക്കൻഡ് സൂചിയുടെ ചലനം ശ്രദ്ധിച്ചാൽ എത്ര വേഗത്തിലാണ് ഈ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നതാണ്. നമ്മുടെ അടിസ്ഥാന മൂലധനം അതിവേഗം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയമാണ്. ഇമാം റാസി ഒരു ജ്ഞാനിയുടെ വാക്കുകൾ ഇപ്രകാരം ഉദ്ധരിക്കുന്നു: ഞാൻ സൂറ അൽ അസുറിന്റെ അർത്ഥം ഗ്രഹിച്ചത് ഒരു ഐസ് മിഠായി കച്ചവടക്കാരനിൽ നിന്നാണ്. അയാൾ അങ്ങാടിയിൽ ഇങ്ങനെ ഒച്ചയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു: മൂലധനം അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് കരുണ കാട്ടണേ. ഇത് കേട്ട് ഞാൻ പറഞ്ഞുപോയി, ഇതാണ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന വാക്യത്തിന്റെ അർത്ഥം. മനുഷ്യന് നൽകപ്പെട്ട ആയുഷ്കാലം വെയിലേറ്റ് മഞ്ഞലിയും പോലെ അതിവേഗം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പാഴാക്കുകയോ തെറ്റായ കാര്യങ്ങളിൽ വിനിയോഗിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതുതന്നെയാണ് മനുഷ്യന്റെ നഷ്ടം. അതിനാൽ കടന്നുപോയ കാലത്തെ പിടിച്ചാണയിട്ടുകൊണ്ട് ഈ സൂറയിൽ പറയുന്ന സംഗതിയുടെ അർത്ഥം ഇതാണ്: മേൽപ്പറഞ്ഞ 4 ഗുണങ്ങളിൽ നിന്നും മുക്തനായിക്കൊണ്ട് മനുഷ്യൻ തന്റെ ജീവിതാവസരം വിനിയോഗിക്കുന്നത് ഏത് കാര്യത്തിലായാലും അതത്രയും നഷ്ടക്കച്ചവടമാണെന്ന് അതിവേഗമുള്ള കാലം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രസ്തുത ഗുണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ലാഭമുള്ളൂ.
നിർണിതമായ പരീക്ഷാ സമയം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് ഉപയോഗിക്കാതെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ട് പാഴാക്കുന്ന വിദ്യാർത്ഥിയോട് ഹാളിലെ തൂക്കിയിട്ട ക്ലോക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നത് പോലെയാണിത്. നോക്കൂ, കടന്നുപോയ സമയം പറയുന്നു, നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ അവസരത്തിൽ ഓരോ നിമിഷവും ചോദ്യത്തിന് ഉത്തരമെഴുതാൻ വിനിയോഗിക്കുന്ന വിദ്യാർത്ഥിക്ക് മാത്രമേ നേട്ടമുണ്ടാകൂ. ഇവിടെ മനുഷ്യൻ എന്ന പദം വർഗനാമമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വ്യക്തികളും വിഭാഗങ്ങളും സമുദായങ്ങളും എന്ന് വേണ്ട മനുഷ്യവംശം ഒന്നടങ്കം അതിൽ ഉൾപ്പെടുന്നു. അതിനാൽ മേൽപ്പറഞ്ഞ 4 ഗുണങ്ങളിൽ നിന്ന് മുക്തരായവർ ആരായാലും അവർ നഷ്ടപ്പെട്ടവരാകുന്നു. ആ മുക്തമാകുന്നത് ഏതെങ്കിലും വ്യക്തിയാവട്ടെ, സമുദായമാവട്ടെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമാവട്ടെ, ഏതവസ്ഥയിലായാലും നഷ്ടം സുനിശ്ചിതമാകുന്നു. ഈ യാഥാർത്ഥ്യത്തെ വിഷബാധയോടുപമിക്കാം. വിഷം മാരകമാണെന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യൻ തിന്നാലും ഒരു വർഗം തിന്നാലും ലോകത്തുള്ള മനുഷ്യരെല്ലാം ഒത്തൊരുമിച്ചു തിന്നാലും വിഷമാണെന്നാണല്ലോ അർത്ഥം. ഇതേ പ്രകാരം തന്നെ മേൽപ്പറഞ്ഞ ഗുണങ്ങളിൽ നിന്നുള്ള മോചനം മനുഷ്യന് നഷ്ടനിമിത്തമാകുന്നു. അതിൽ നിന്ന് മുക്തനാകുന്നത് ഒരു വ്യക്തിയാണോ അതല്ല സമുദായമാണോ എന്നത് അപ്രസക്തമാകുന്നു. അല്ലെങ്കിൽ മനുഷ്യവംശം മുഴുവനും സത്യനിഷേധത്തിലും ദുർവൃത്തിയിലും പരസ്പരം അസത്യത്തിലേക്ക് പ്രലോഭിപ്പിക്കുന്നതിലും ദേഹേച്ഛകൾ കടിപ്പെടാൻ ഉപദേശിക്കുന്നതിലും ഏകോപിച്ചാലും അനന്തരഫലത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഇനി ഖസാറ അഥവാ നഷ്ടം എന്ന പദം ഖുർആൻ ഉപയോഗിച്ചത് ഏതർത്ഥത്തിലാണെന്ന് നോക്കാം. ഭാഷാപരമായി ലാഭത്തിന്റെ വിപരീതമാണ് നഷ്ടം. വ്യാപാരത്തിൽ ഒരിടപാടിൽ നഷ്ടമുണ്ടാകുന്നതിനെ കുറിക്കാൻ ഈ പദം ഉപയോഗിക്കുന്നു. വ്യാപാരം മുഴുവൻ നഷ്ടത്തിൽ നടക്കുന്നതിനെ കുറിക്കാനും ഇതുപയോഗിക്കും. തന്റെ മൂലധനം മുഴുവൻ നഷ്ടപ്പെട്ട ഒരാൾ നിരാശനായി തീരുന്നതിനെ കുറിക്കാനും ഖസാറ എന്ന് ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ ഫലാഹ് എന്ന വാക്കിന്റെ വിപരീതാർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഖുർആനിന്റെ വിജയസങ്കല്പം ഭൗതിക സുഖത്തിന്റെ സമാനാർത്ഥത്തിലുള്ളതല്ല. ഭൗതിക ലോകം മുതൽ പരലോകം വരെയുള്ള മനുഷ്യന്റെ യഥാർത്ഥ വിജയത്തെയാണ് അത് ഉൾക്കൊള്ളുന്നത്. അതേപ്രകാരം ഖുർആനിന്റെ നഷ്ടസങ്കല്പവും കേവലം ഭൗതികമായ പരാജയത്തിന്റെയോ അധസ്ഥിതിയുടെയോ സമാനാർത്ഥത്തിലുള്ളതല്ല. മനുഷ്യന്റെ ഐഹികവും പാരത്രികവുമായ യഥാർത്ഥ പരാജയത്തെയും തകർച്ചയെയും സമ്പൂർണമായി അത് ഉൾക്കൊള്ളുന്നു. ഖുർആനിക വീക്ഷണത്തിൽ യഥാർത്ഥ വിജയം മനുഷ്യന്റെ പാരത്രിക വിജയവും യഥാർത്ഥ പരാജയം അവന്റെ പാരത്രിക പരാജയവുമായതിനാൽ ഈ ലോകത്ത് ആളുകൾ വിജയമെന്ന് പേരിട്ട സംഗതി യഥാർത്ഥത്തിൽ വിജയമല്ലെന്ന് മാത്രമല്ല, അതിന്റെ പര്യവസാനം ഈ ലോകത്തു തന്നെ നഷ്ടകരവുമാകുന്നു. ആളുകൾ നഷ്ടമെന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ നഷ്ടവുമല്ല, എന്നല്ല, ഈ ലോകത്തു തന്നെ അത് വിജയോപാധിയാകുന്നു. ഈ യാഥാർത്ഥ്യം ഖുർആൻ പലയിടത്തും പ്രസ്താവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നാം അത് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറ അൻ-നഹ്ൽ 97, മറിയം 96, ത്വാഹ 109, അല്ലയിൽ 7, 10 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഖുർആൻ ഖണ്ഡിതമായും ദൃഢമായും സത്യമായും മനുഷ്യൻ മഹാനഷ്ടത്തിലാകുന്നു എന്ന് പ്രസ്താവിക്കുന്നതിന്റെ താൽപര്യം ഇഹത്തിലെയും പരത്തിലെയും നഷ്ടമാകുന്നു. മേൽപ്പറഞ്ഞ ഗുണങ്ങളുള്ള ജനം ആ നഷ്ടത്തിൽ നിന്നൊഴിവാകുന്നു എന്ന് പറയുന്നതിന് താൽപര്യം 2 ലോകത്തെയും നഷ്ടത്തിൽ നിന്നുള്ള മോചനവും വിജയവുമാകുന്നു. ഇനി മനുഷ്യനെ മഹാനഷ്ടത്തിൽ നിന്ന് സുരക്ഷിതനാക്കുന്ന 4 ഗുണങ്ങളെപ്പറ്റി ചിന്തിക്കാം. അതിലെ പ്രഥമ ഗുണം ഈമാനാകുന്നു. നാവുകൊണ്ട് ഈമാൻ സമ്മതിക്കുക എന്ന അർത്ഥത്തിലും വിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറ അൻ-നിസാ 13, അൽ-മാഇദ 54, അൽ-അൻഫാൽ 20, 27, അത്ത്-തൗബ 38, അസ്-സഫ് 2 എന്നീ സൂക്തങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ അതിന്റെ മൗലികമായ പ്രയോഗം സത്യസന്ധമായി അംഗീകരിക്കുകയും ദൃഢമായി ബോധ്യപ്പെടുകയും ചെയ്യുക എന്ന അർത്ഥത്തിൽ തന്നെയാകുന്നു. വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം സംഗതികളിൽ വിശ്വസിക്കലാണ് എന്ന ചോദ്യമാണല്ലോ ഇനിയുള്ളത്. അക്കാര്യം വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുവിലുള്ള വിശ്വാസമാകുന്നു. അവന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, അവൻ ഇനി പറയുന്ന നിലപാടുകളുള്ളവനാണെന്നും വിശ്വസിക്കുകയാകുന്നു. അവൻ മാത്രമാണ് ഏകദൈവം. ദിവ്യത്വത്തിൽ അവന് പങ്കാളികളാരുമില്ല. മനുഷ്യനാൽ ആരാധിക്കപ്പെടാനും അടിമപ്പെടാനും അനുസരിക്കപ്പെടാനും അർഹൻ അവൻ മാത്രമാകുന്നു. അടിമകൾ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അവനിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. അവൻ മാത്രമാണ് വിധിക്കുന്നവനും നിഷേധിക്കുന്നവനും. അവന്റെ കൽപ്പന അനുസരിക്കേണ്ടതും അവൻ നിരോധിച്ചത് വർജിക്കേണ്ടതും അടിമകളുടെ കടമയാകുന്നു. അവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു.
മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും മാത്രമല്ല, ഓരോ കർമ്മത്തിന്റെയും പിന്നിലുള്ള ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പോലും അവനറിയാം. രണ്ടാമതായി ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രവാചകനിലുള്ള വിശ്വാസമാണ്. അദ്ദേഹം നൽകിയ അധ്യാപനങ്ങൾ ഏതും അള്ളാഹുവിങ്കൽ നിന്നുള്ളതും സത്യവും അനുസരിക്കാൻ കടപ്പെട്ടതുമാകുന്നു. മലക്കുകളിലും നബിമാരിലും വേദങ്ങളിലും ഖുർആനിൽ തന്നെയുമുള്ള വിശ്വാസം റിസാലത്തിലുള്ള ഈ വിശ്വാസത്തിൽ ഉൾപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ അതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ നൽകിയ പാഠങ്ങളിൽപ്പെട്ടതാകുന്നു. മൂന്നാമതായി പരലോകത്തിൽ വിശ്വസിക്കുക. ഈ നിലപാടിൽ മനുഷ്യന്റെ നിലവിലുള്ള ജീവിതം ആദ്യത്തേതും അവസാനത്തേതുമായ ജീവിതമല്ല. മരണാനന്തരം വീണ്ടും ജനിച്ചെഴുന്നേൽക്കേണ്ടതുണ്ട്. ഭൗതിക ലോകത്ത് വെച്ച് ഈ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം അള്ളാഹുവിനോട് സമാധാനം ബോധിപ്പിക്കേണ്ടതുണ്ട്. ആ വിചാരണയിൽ സജ്ജനമെന്ന് വിധിക്കപ്പെടുന്നവർക്ക് രക്ഷയും ദുർജനമെന്ന് വിധിക്കപ്പെടുന്നവർക്ക് ശിക്ഷയും ലഭിക്കുന്നതാണ്. ഈ വിശ്വാസം സ്വഭാവചര്യകൾക്ക് സുഭദ്രമായ ഒരടിത്തറ സജ്ജമാക്കി തരുന്നു. അതിന്മേൽ സംശുദ്ധ ജീവിതത്തിന്റെ ഒരു സൗധം കെട്ടിപ്പടുക്കാവുന്നതാണ്. എവിടെ ഈ വിശ്വാസം ഒട്ടുമില്ലയോ അവിടെ മനുഷ്യജീവിതം എത്ര തന്നെ പകിട്ടുള്ളതായാലും അതിന്റെ അവസ്ഥ തിരമാലകളോടൊപ്പം മലഞ്ഞു നടക്കുന്നതും എങ്ങും ഉറച്ചു നിൽക്കാനാവാത്തതുമായ നങ്കൂരമില്ലാത്ത കപ്പലിന്റേതുപോലെയായിരിക്കും. മനുഷ്യന് നഷ്ടത്തിൽ നിന്ന് മുക്തനാകാൻ അനിവാര്യമായ സംഗതിയായി ഈമാനിനു ശേഷം രണ്ടാമതായി പറയുന്നത് സ്വാലിഹാത്ത് അഥവാ സൽക്കാര്യങ്ങൾ പ്രവർത്തിക്കുകയാകുന്നു. എല്ലാ നല്ല കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ പദമാകുന്നു സ്വാലിഹാത്ത്. നന്മയുടെയും വിശിഷ്ടതയുടെയും ഒരു വകുപ്പും അതിൽ നിന്നൊഴിവാകുന്നില്ല. പക്ഷേ ഖുർആനിന്റെ നിരീക്ഷണത്തിൽ ഈമാൻ ഉണ്ടായിരിക്കുകയും അത് അള്ളാഹുവും അവന്റെ ദൂതനും നൽകിയ മാർഗദർശനത്തെ പിന്തുടർന്നുകൊണ്ട് ചെയ്തതായിരിക്കുകയും ചെയ്യുന്നതുവരെ ഒരു കർമ്മവും സൽക്കർമ്മമാവുകയില്ല. അതിനുശേഷം നഷ്ടമുക്തിക്ക് അനിവാര്യമായ 2 ഗുണങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നു. ഈമാൻ കൈക്കൊള്ളുകയും അമൽ സ്വാലിഹാത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പരസ്പരം സത്യം ഉപദേശിക്കണമെന്നും ക്ഷമ പ്രോത്സാഹിപ്പിക്കണമെന്നുമാണത്. അതിനർത്ഥം ഇതാണ്: ഒന്നാമതായി, വിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ ഒറ്റപ്പെട്ട വ്യക്തികളായി നിലകൊള്ളുകയല്ല വേണ്ടത്. അവരുടെ കൂട്ടം സത്യവിശ്വാസികളുടെയും സജ്ജനങ്ങളുടെയും ഒരു സമൂഹമായി രൂപപ്പെടേണ്ടതുണ്ട്. രണ്ടാമതായി, ഈ സമൂഹത്തിലെ ഓരോ അംഗവും സ്വന്തം സമൂഹം തകരാനിടയാകാതെ നോക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ട് പരസ്പരം സത്യവും ക്ഷമയും ഉപദേശിക്കുക എന്നത് ആ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും കർത്തവ്യമാകുന്നു. സത്യോപദേശത്തോടൊപ്പം വിശ്വാസികളുടെ സമൂഹം നഷ്ടത്തിൽ നിന്ന് മുക്തമാകുന്നതിനുള്ള നിർബന്ധോപാധിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ സംഗതി അവർ പരസ്പരം ക്ഷമയുപദേശിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അതായത് സത്യത്തെ സംരക്ഷിക്കുന്നതിലും പിൻപറ്റുന്നതിലുമുള്ള പ്രയാസങ്ങളുമായും ആ മാർഗത്തിലുള്ള പ്രതിബന്ധങ്ങളുമായും ഏറ്റുമുട്ടേണ്ടി വരുമ്പോഴും പീഡനങ്ങളും ആപത്തുകളും നഷ്ടങ്ങളും അന്യായങ്ങളും നേരിടേണ്ടി വരുമ്പോഴും അവയെല്ലാം ഉറച്ചുനിന്ന് തരണം ചെയ്യാൻ ഓരോരുത്തരും മറ്റുള്ളവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. പ്രതികൂലാവസ്ഥകളെ സ്ഥൈര്യത്തോടെ നേരിടാനുള്ള ക്ഷമയും ധൈര്യവും സഹനവും അവർക്ക് പകർന്നു കൊടുക്കുന്നവനായിരിക്കണം അതിലെ ഓരോ അംഗവും. കൂടുതൽ വിശദീകരണത്തിന് സൂറ അദ്ദഹർ 12, അൽ ബലദ് 17 എന്നീ സൂക്തങ്ങളുടെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കുക.